അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് തൊട്ട് പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മാക്സിമം പെട്ടെന്ന് തന്നെ ഞാൻ കവർ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിട്ട് കാണേണ്ട ഏതാണെന്നറിയാവോ? നമ്മുടെ സിയുടെ ആണ് പോയി ഫസ്റ്റ് കാണേണ്ടത്. ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് C++ൻ്റെയാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പെട്ടെന്ന് ഞാൻ ടോപ്പിക് കവർ ചെയ്യാൻ പോകും. കാരണം കഴിഞ്ഞ നമ്മുടെ 6 വീഡിയോസിൻ്റെ സിയുടെ കഴിഞ്ഞ 6 വീഡിയോസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ കിട്ടിയായിരുന്നു, ഇത്ര മിനിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം ആ മിനിറ്റ് അത്ര എന്തുകൊണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുക, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞു പോയത്. അപ്പം അത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ തൊട്ട് നമ്മളിപ്പം ഈ CPP-യുടെ സീരീസ് ഫുള്ള് നമ്മൾ പെട്ടെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ വരെ നമ്മൾ പെട്ടെന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് ലാഗടി തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾക്കത് ക്ലിയർ ആക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാവയിലോട്ടും അത് കഴിഞ്ഞിട്ട് പൈത്തണിലോട്ടും പോവാം. അപ്പം ഞാൻ അടുത്ത സീരീസ് ഏതാണെന്ന് ഇതിൽ ഉറപ്പിച്ചിട്ടില്ല. മേ ബി നമ്മൾ വല്ലപ്പം വെബ് ഡിസൈനിങ്ങിലോട്ട് പോകും. ഓക്കെ, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പം വെബ് ഡിസൈനിങ് ആൻഡ് വെബ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈ എണ്ണത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഓക്കെ, നമ്മൾ മുമ്പേ CPP-യുടെ ഫോൾഡർ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ടും പോയി കാണുക. കാരണം അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ, ആൻഡ് നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ C++ൻ്റെ ആയിരുന്നു നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും പോയി കാണുക. ഓക്കെ, ആൻഡ് CPP-യുടെ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഹലോ വേൾഡിന് തന്നെ ഒരു ഫോൾഡർ ചെയ്തു. ആൻഡ് അതിനകത്തൊരു പുതിയൊരു വേറൊരു ഓക്കെ hello.cpp ഉള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഹാഷ്ടാഗ് ഇൻക്ലൂഡ് ഇതിനകത്ത് വരുന്നത് ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ IOStream എന്ന് പറയുന്നതാണ്. ഓക്കെ, IOStream ആണ് ഇതിനകത്ത് ഇവര് ഹെഡർ ഫയലായിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. സിയിൽ ഞാൻ ഈ math.h അങ്ങനത്തെ ഒന്നും വെച്ചിട്ടൊന്നും കാണിച്ചില്ലായിരുന്നു. ഓക്കെ, അതിലോട്ടൊക്കെ നമുക്ക് വരാം. നമുക്ക് ഈ സിയിൽ അതൊക്കെ നിങ്ങളുടെ. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ പ്രോഗ്രാം ഇതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സി ഔട്ട് ഹലോ വേൾഡ് സ്റ്റാൻഡേർഡ് എൻഡ് ലൈൻ. ഓക്കെ, ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റാൻഡേർഡൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഫങ്ഷനൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുപോലെ ലാസ്റ്റ് നമുക്കതൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ഹലോ വേൾഡ് പ്രോഗ്രാം. ഓക്കെ, സിയിലെ printf എന്താണോ അതാണ് സി ഔട്ട്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഒരു 2 ലെസ് ദാൻ സിമ്പിൾ. ഓക്കെ, നിങ്ങളും ഓർത്തിരിക്കുക, ഇതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആൻഡ് ഇതാണ് ലെസ് ദാൻ സിമ്പിൾ. ഓക്കെ, ആൻഡ് അപ്പം നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ ലെസ് ദാൻ സിമ്പിൾ, അതായത് വെളിയിലോട്ടല്ലേ കാണിച്ചേക്കുന്നത്. അപ്പം വെളിയിലോട്ട് കാണിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ഡിസ്പ്ലേയിലോട്ട് കാണിക്കാം. ആൻഡ് സീനാണെന്നുണ്ടെങ്കിൽ അകത്തോട്ട്. ഓക്കെ, സീന് വെച്ചിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാനിതിപ്പം ഹലോ വേൾഡിൻ്റെ ആണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മൾ എന്തെങ്കിലും എൻട്രി ചെയ്യേണ്ടടുത്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇതാണ്. ഓക്കെ, ആൻഡ്
നമുക്കിപ്പം അടുത്തത് ഞാൻ ആലോചിക്കട്ടെ. റിട്ടേൺ എന്തിനാണ്? ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഇതാണ് സി ഔട്ട്. ഇതെങ്ങനെ റൺ ചെയ്യണമെന്നുള്ളത് കാണിക്കുക. ഓക്കെ, നമ്മൾ അതിന് എക്സ്റ്റൻഷൻ്റെ ഇവിടെ ചെല്ലുന്നത്, ഇതിൻ്റെ ഈ ഒരു ബ്ലോക്ക് പോലത്തെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് റണ്ണർന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. കോഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരെണ്ണം വരും. ഇത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാവേ. നമുക്ക് ഈ സി ഉണ്ടല്ലോ, ഈ സി പി പിയുടെ എനിക്ക് സി എന്നാണ് വായിക്കത്. ഓക്കെ, സി പി പിയുടെ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ടെർമിനലിൽ കുറച്ചൊരു വലിയ എന്ന് വെച്ചാൽ വലിയ കമാൻഡ്സ് ഇതുപോലെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ റൺ ആകത്തുള്ളൂ. ഓക്കെ, G++ hello.cpp -o ആൻഡ് മൈ പ്രോഗ്രാം. അല്ലെങ്കിൽ ഇവിടെ ഹലോന്നോ മെയിനെന്ന് എന്തെങ്കിലും കൊടുത്താൽ മതി. മെയിനെന്നല്ല, ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ആൻഡ് ഇത്രയും നമ്മളെപ്പോഴും എപ്പോഴും നേരത്തെ അറിയാലോ, നമ്മളെപ്പോഴും ടെർമിനലിനകത്ത് ഓപ്പൺ ആക്കി കമാൻഡ് അടിച്ചു കൊടുത്ത് അങ്ങനെ നോക്കിക്കൊണ്ടത്. അതിന് പകരം നമുക്ക് എളുപ്പം ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോഡ് റണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ ഇവിടെ ഒരു പ്ലേ ബട്ടൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. അടുത്ത് ഞെക്കി കഴിയുമ്പം ഡീബഗ് CPP ഫയൽ, പിന്നെ റൺ കോഡ്, പിന്നെ റൺ CPP ഫയൽ. നമ്മൾ റൺ കോഡ് കൊടുക്കുക. റൺ കോഡ് കൊടുക്കുമ്പോൾ ഇതുപോലെ കോഡ് റണ്ണ കണ്ട ഹലോ വേൾഡ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ റൺ ചെയ്തതാണ്. ഓക്കെ, റൺ ചെയ്താൽ മതി. റൺ CRC. കണ്ടോ, ഇവിടെ ഹലോ വേൾഡ് എന്നും പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പം ഫസ്റ്റ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബേസിക് സംഭവങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ, അടുത്ത വീഡിയോ F, അതിൻ്റെ അടുത്ത വീഡിയോ 4 ആൻഡ് അതിൻ്റെ അടുത്ത വീഡിയോ ഓക്കെ, ഇഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായിരിക്കും അടുത്ത വീഡിയോ. സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. തേർഡ് പാർട്ടായിട്ട് വരുന്ന ലൂപ്സ്, ഫോർത്ത് പാർട്ട് അറേയും, ഫിഫ്ത്ത് പാർട്ട് സ്ട്രക്ചറും. ഒരു വിത്തിൻ 20 മിനിറ്റ്സിൽ നമ്മളത് മൊത്തം കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ എനിക്ക് 20 മിനിറ്റ്സിൽ തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം പെട്ടെന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നോർമലി നമ്മൾ എങ്ങനെ ഫോൾഡർ ഉണ്ടാക്കുന്നത്, ഈ ഫോൾഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ അതായത് സിയുടെ 6 വാട്ട്സ് പോയി കണ്ടിട്ട് തിരിച്ച് വരും എങ്കിൽ മാത്രമേ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, ആൻഡ് അടുത്തത് റീഡ് ആൻഡ് പ്രിന്റ്. ഓക്കെ, റീഡ് ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ. ഓക്കെ, CPPയുടെ എക്സ്റ്റൻഷൻ ഓർത്തിരിക്കുക. CPPയുടെ എക്സ്റ്റൻഷന് CPP എന്ന്. ഓക്കെ, C++ൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ഇതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല, കാരണം അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് പറയുന്ന പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ബോധം വേണം അതിനുള്ള കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള. പിന്നെ ഫസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കോപ്പി പേസ്റ്റ് തന്നെ ചെയ്യാതിരിക്കും. ഓക്കെ, നമ്മളിവിടെ എൻ്റർ എ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ സജഷൻ വരുന്നുണ്ട്. ഓക്കെ,
പോവാൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. എനിക്ക് ചെയ്യാൻ അറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റടിച്ച് വിടുന്നത്. അപ്പം എനിക്ക് നല്ലപോലെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഞാൻ എല്ലാ വട്ടം പറയുന്നത് നമ്മൾ ഇത് നോക്കിയാൽ വേണ്ട. ഓക്കെ, ഇൻഡി മെയിനോ യൂസിങ് നെയിം സ്പീസീസ് സ്റ്റഡി എന്നാണോ ഹാഷ്ടാഗിലൂടെ സ്ട്രീം എന്നാന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പം ബോധപ്പെടേണ്ട കാര്യമില്ല. നമ്മളത് കഴിഞ്ഞിട്ടുള്ള മാത്രം നോക്കാം. ഓക്കെ, ഇൻഡി നമ്പർ, അതായത് സി നോക്കിയിട്ട് മാത്രം വരും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അറിയാവുന്നവർ മാത്രമേ പെട്ടെന്ന്, അല്ലെങ്കിൽ റിവിഷനായിട്ട് നോക്കാനുള്ളവർ മാത്രം നോക്കിച്ചാൽ മതി. ഓക്കെ, ഇതിനകത്ത് സി ഔട്ട് എന്ന അതിൻ്റെ നമ്പർ, ആദ്യമൊരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു നം എന്ന് പറയുന്ന പേരിൽ. പിന്നെ സി ഔട്ട് എൻ്റർ ഈ നമ്പർ, പിന്നെ സിന് ഈ നമ്പെന്ന് കൊടുത്താൽ മതി. നമ്മൾ മറ്റേ സിക്കകത്ത് കൊടുത്ത പോലെ പെർസെൻറ്റേജ് ഈ ആമ്പർസാൻഡ് വേരിയബിൾ നമ്പർ അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സി ഔട്ട് യു എൻ്റേർഡ് അത് ഞാനല്ല. ഓക്കെ, നമുക്ക് സി ഔട്ട് നമ്മുടെ എൻ്റേർഡ് നമ്പേഴ്സ് എന്തൊരു നമ്പർ എൻ്റർ ചെയ്തു അതിവിടെ ഔട്ട്പുട്ടായിട്ട് കാണിക്കാനായിട്ട് അതിൻ്റെ ഇങ്ങനെ കൊടുക്കുക. സിൻടാക്സ് നോക്കി വെച്ച് പോവുക, അല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സിൻടാക്സ് ഇപ്പം എനിക്കൊന്നും ക്ലിയർ ആക്കി പറഞ്ഞു തരാനും പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കേണ്ട ഇതൊരു ഇൻറ്റീജർ നമ്പറിന് അല്ലെങ്കിൽ ഒരു എന്തൊരു സാധനത്തിനെ ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളപ്പം പെട്ടെന്ന് റൺ ചെയ്യുക. ഓക്കെ, ഇവിടെ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നു, 2 എന്ന് കൊടുത്തു. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ Ctrl+Chrome ഇല്ലേ, അത് ഞെക്കുക. അപ്പം ഇങ്ങനൊരു സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. നിങ്ങളവിടെ ചെന്നിട്ട് കോഡ് റണ്ണർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഇതുണ്ടോ, റൺ ഇൻ ടെർമിനൽ ഉണ്ടോ, അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിടുക. ആ റൺ ഇൻ ടെർമിനലിൽ ക്ലിക്ക് ചെയ്ത് സേവ് ഓൾ ഫയൽസ് ബിഫോർ റൺ ഇതൊക്കെ ക്ലിക്ക് ഒന്ന് ചെയ്തിട്ടേക്കാം. ഇതെല്ലാം ഓക്കെ ആക്കി ഇട്ടേക്കാം. ഇനി നിങ്ങൾ തിരിച്ച് നേരെ ഇവിടെ വരിക, ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഓപ്പൺ ആക്കുക. ഒന്ന് നമ്മൾ ക്ലോസ് ആക്കിയിട്ട് ഒന്നുകൂടെ ഓപ്പൺ ആക്കുക. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ടെർമിനലായിരിക്കും ഇനി റൺ ചെയ്യുന്നത്. ഓക്കെ, എൻ്റർ നമ്പറിന് ഒരു ഓപ്ഷൻ കിട്ടും. എന്നിട്ട് അതിന് എൻ്റർ നമ്പർ പറഞ്ഞിട്ട് എക്സിറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടില്ല പറഞ്ഞോടെ ചെയ്യാം. സംബന്ധം പറഞ്ഞിട്ടൊരെണ്ണം ഞങ്ങൾക്ക് .cpp. ഞാനിപ്പോൾ എന്താ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഈ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ റീഡ് ആൻഡ് പ്രിന്റ് സബ്മിറ്റ് ഇതെല്ലാം കൊടുത്ത് കലയ്ക്കകത്തിട്ടാണ്. ഞാൻ അടുത്ത വീഡിയോയിലോട്ട് വരുമ്പം സ്റ്റാർട്ടിങ് എന്നെല്ലാം പറഞ്ഞിട്ടൊരു അല്ലേ തന്നെ ഞാനിപ്പോൾ തന്നെ ഇത് ചെയ്തേക്കാം. ഓക്കെ, ഇൻട്രോ എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്തോട്ട് ഞാൻ ഇതിനടുത്ത് കട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു,
കട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, വെയിറ്റ് കട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. എന്തുവാണ് ഇത്? ഇതിനകത്ത് എത്ര ഉണ്ടോ? ഇതിപ്പോ സമ്മ അതിനടുത്ത് ഇട്ടു, കട്ട് ചെയ്യുന്നു, ഇട്ടു, കട്ട് ചെയ്യുന്നു, അതിനകത്തിട്ടിടുക. നിങ്ങൾ നല്ല ഫോൾഡർ വെച്ച് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് ഡോട്ട് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റായി. ആൻഡ് ഇതും കൂടെ ഉള്ളു കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സം എടുത്തു, കോപ്പി ചെയ്യുക, ആഡിനകത്തിട്ട് ആഡ് ചെയ്യുക. ആൻഡ് ഓക്കെ, എൻ്റെ അടുത്ത് നമ്പർ എന്നായി. നമ്മളിവിടെ S=A+B സെമിക്കോളൻ അല്ല, സിയിലൊക്കെ തന്നെ പോലെ തന്നെ അല്ല, വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ പോയിട്ടൊന്ന് ഡിക്ലെയർ ചെയ്യുക. ഇവിടെ എ വിളിക്കുക, ബി വിളിക്കുക, എയും ബിയും ഡിക്ലെയർ ചെയ്യുക, +B കൊടുക്കുക, എന്നിട്ട് ഇവിടെ സം കൊടുക്കുക. And basically the sum is എന്നും പറഞ്ഞിട്ടൊന്ന് അതിനൊന്ന് അലങ്കരിച്ചേക്കാം. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് സമ്മില്ല കേട്ടോ, എസ് ഉള്ളൂ. ഇതാണ് ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ. ഇനിയും ഇത് ക്ലിയർ ആക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ക്ലിയർ കൊടുക്കുക, റൺ ചെയ്യുക, കോഡ് റണ്ണായി. ഓക്കെ, ഇനി VS കോഡിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് റണ്ണ് കുറച്ച് താമസിക്കുന്നുണ്ട്. 4ഉം 5 എൻ്റർ ചെയ്തു. 4 + 5 9. ഓക്കെ, ഇതിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, ഇനി അവിടുത്തെ പോലെ ഇങ്ങനെ ഇത് കൊടുക്കാൻ വേണേൽ ന്യൂലൈൻ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ ചെയ്ത് വേണമെന്ന് ഡിസൈൻ ആക്കി സെറ്റപ്പ് ആക്കി എടുക്കുക. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, പഴയ വീഡിയോ പോയി കണ്ടിട്ട് വന്നിട്ട് ചെയ്ത് നോക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്ന ബൈ. ഓക്കെ.